നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 100 രൂപ കൊണ്ട് നമ്മളൊരു ടൈം ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. വർഷം 1985. ഈ 100 രൂപ കൊണ്ട് 1985 നിങ്ങൾക്ക് 12.5 ലിറ്റർ പെട്രോൾ വാങ്ങാമായിരുന്നു. ഇനി 2007 വന്നാൽ ഇതേ 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് 2 ലിറ്റർ പെട്രോളേ വാങ്ങാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴോ 2022 1 ലിറ്റർ പെട്രോളിന് തന്നെ 100 രൂപയിൽ കൂടുതൽ കൊടുക്കണം നമ്മളിപ്പോൾ. അതായത് കാലം മുന്നോട്ട് പോകും തോറും രൂപയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു വരികയാണെന്നർത്ഥം. ഇവിടെ പെട്രോളിന് പകരം അരി വാങ്ങാൻ പോയാലും ഇത് തന്നെയായിരിക്കും സ്ഥിതി. ഈ പ്രതിഭാസത്തെ മലയാളത്തിൽ നാണയപ്പെരുപ്പം, വിലക്കയറ്റം എന്നൊക്കെ വിളിക്കും നമ്മൾ. ഇംഗ്ലീഷിൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. അപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ കാലം കഴിയും തോറും അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ കാലം കഴിയും തോറും അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ പേഴ്സിൽ വെച്ചാലും ബാങ്കിൽ സൂക്ഷിച്ചാലും ഡിജിറ്റൽ വാലറ്റുകളിൽ വെച്ചാലും ശരി, വെറുതെ ഇരിക്കും തോറും പണത്തിന് മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കേൾക്കാൻ ഒട്ടും സുഖമില്ലാത്ത ഈ സത്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയെങ്കിലും എങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താമെന്നാണ് ഇനി അങ്ങോട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ എങ്ങനെയാണ് ഈ ഇൻഫ്ലേഷൻ കാരണം കുറയുന്നത് എന്നും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിങ്ങിലൂടെ എങ്ങനെ നമുക്ക് ഇൻഫ്ലേഷനെ മറികടക്കാമെന്നും മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം. സോ വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. തുടങ്ങുന്നതിന് മുൻപ് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ വീഡിയോയെ 4 ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലേഷൻ എങ്ങനെയാണ് കൺസ്യൂമേഴ്സിനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ടോപ്പിക്. എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ കുത്തനെ കൂടിയത്, ഇൻഫ്ലേഷൻ എങ്ങനെ മറികടക്കാം, ഇതിനായി മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് ആവറേജ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന മറ്റു ടോപ്പിക്സ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇൻഫ്ലേഷൻസ് ഇമ്പാക്ട് ഓൺ ദ കൺസ്യൂമേഴ്സ്. എ റുപ്പി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ എ റുപ്പി ടുമോറോ എന്ന് പറയാറുണ്ട്. നാളത്തെ ഒരു രൂപയുടെ മൂല്യം ഇന്നത്തെ ഒരു രൂപയുടേതിനേക്കാൾ കുറവായിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലോകത്ത് ഓരോ ആഴ്ച എന്ന കണക്കിലാണ് മിക്കവാറും സാധനങ്ങളുടെയൊക്കെ വില കുത്തനെ ഉയരുന്നത്, അല്ലേ? പക്ഷേ അതിനനുസരിച്ച് ആളുകളുടെ വരുമാനം കൂടുന്നുണ്ടോ? ഇല്ലതാനും. സാധനങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താ വില എന്നും പറഞ്ഞ് ഇത് അവഗണിക്കുക എന്നതിനപ്പുറം ഇൻഫ്ലേഷന് മുൻപിൽ സഞ്ചരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പെട്രോളിൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. 1985 500 ഗ്രാമിൻ്റെ ഒരു പാക്ക് ബട്ടറിന് ഏകദേശം 6 രൂപ 50 പൈസ ആയിരുന്നു ചിലവ്. ഇന്ന് ഈ സെയിം ക്വാണ്ടിറ്റിക്ക് 255 രൂപ വരും. അപ്പോൾ അന്ന് ഒന്നും ചെയ്യാതെ ഈ 6 രൂപ 50 പൈസ മാറ്റി വെച്ച ഒരാൾക്ക് ഇന്ന് അതുകൊണ്ട് കാര്യമായി ഒന്നും വാങ്ങാൻ പറ്റില്ല എന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇൻഫ്ലേഷന്റെ ഇമ്പാക്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം സേവ് ചെയ്തു വെച്ചത് കൊണ്ട് മാത്രം അതിൻ്റെ മൂല്യം നഷ്ടപ്പെടാതിരിക്കുന്നില്ല എന്ന പോയിന്റാണ്. ഒന്നെങ്കിൽ പണത്തിൽ നിന്നും വീണ്ടും പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ പണം ഇൻഫ്ലേഷന് വിട്ടുകൊടുത്ത് അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്താം. ഇതിലൊരു ചോയ്സേ നമുക്കുള്ളൂ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI എന്നൊരു സംഭവമുണ്ട്. നിത്യോപയോഗത്തിനായി നമ്മൾ വീട്ടിലൊക്കെ വാങ്ങുന്ന ഗൂഡ്സ് ആൻഡ് സർവീസസിന്റെ റീറ്റെയിൽ പ്രൈസസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ അടയാളപ്പെടുത്താനാണ് ഈ ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ CPI കഴിഞ്ഞ 8 വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ. ഏപ്രിൽ 2022 7.79% അത്. മെയ് ആയപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് 7.04% വരും മാസങ്ങളിലും ഇതിന് വലിയ ചേഞ്ച് ഒന്നും ഇല്ലാതെ ഇതിങ്ങനെ തന്നെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഇങ്ങനെ കുത്തനെ കൂടിയത്? COVID-19 കാരണമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ലോകത്താകെയുള്ള സെൻട്രൽ ബാങ്കുകൾ ജനങ്ങൾക്കിടയിലേക്ക് പണം ഒഴുക്കിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇൻഫ്ലേഷനിൽ ഈ അടുത്തുണ്ടായ കുത്തനെയുള്ള വർധനവ്. ഇപ്പോഴാണ് അതിന്റെ എഫക്ട്സ് പ്രകടമാകുന്നത് എന്ന് മാത്രം. അന്ന് സെൻട്രൽ ബാങ്കുകൾ ഗവൺമെന്റിന്റെ ലോങ് ടേം ബോണ്ടുകൾ വാങ്ങി പകരം പണം പ്രിന്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഒഴുക്കി എക്കോണമി താഴേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. ഒരു സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് ഹെൽപ്പ് ചെയ്തെങ്കിലും ഇത് കാരണം കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ ഒരുപാട് പണം വരികയും ലോക്ക്ഡൗൺ തീർന്നപ്പോൾ ഗൂഡ്സിനും സർവീസസിനും ഒക്കെയുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്തു. ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വില ഉയരും. ഇത് ഇൻഫ്ലേഷനിലേക്ക് നയിച്ചു. മാത്രമല്ല ഗ്ലോബൽ എക്കണോമീസ് ഒക്കെ റീഓപ്പൺ ചെയ്തതോടെ ഇന്ധനത്തിനുള്ള ഡിമാൻഡും ഭയങ്കരമായിട്ട് കൂടി. ഇത് എനർജി പ്രൈസസ് കൂടാൻ കാരണമായി. ഇതിന്റെ പുറമെ റഷ്യൻ ഉക്രൈൻ യുദ്ധവും വന്നു. ഇത് ഗ്ലോബൽ ഓയിൽ സപ്ലൈയെ ബാധിച്ചു. എനർജി പ്രൈസസ് വീണ്ടും കൂടി. ഈ ഓയിൽ കമ്പനികളാവട്ടെ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കുത്തനെ കൂടുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ അവരും ബുദ്ധിമുട്ടി. ഓയിൽ പ്രൈസിലുള്ള വില വർധനവ് ബാധിക്കാത്ത ഒരു ഇൻഡസ്ട്രിയും ഇല്ല എന്ന് നമുക്കറിയാലോ. പോരാത്തതിന് ഈ യുദ്ധം കാരണം ഗ്ലോബലി പല മാർക്കറ്റിലും ഫുഡ് ഷോർട്ടേജും ഉണ്ടായി. ഇത് ഫുഡ് പ്രൈസസും കൂടാൻ
കൂടാൻ കാരണമായി. ഇതൊക്കെയാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഇങ്ങനെ കുത്തനെ കൂടാനുള്ള പ്രധാന കാരണങ്ങൾ. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് നോക്കാം. ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള 4 വഴികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. 4 അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാം. ഒന്നാമത്തേത് ഗോൾഡ്. ഗോൾഡിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ. കാലം കഴിയും തോറും സ്വർണത്തിൻ്റെ വിലയും നന്നായി കൂടുകയാണ് എന്നുള്ളത് കൊണ്ട് ഇൻഫ്ലേഷൻ മറികടക്കാനുള്ള നല്ല ഒരു ഓപ്ഷനാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഗോൾഡിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ പഠനം പ്രകാരം ഇൻഫ്ലേഷൻ 1% കൂടുമ്പോൾ ഗോൾഡിനുള്ള ഡിമാൻഡ് 2.6% കൂടുന്നു എന്നാണ് കാണുന്നത്. ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായും വിലയും കൂടും. അടുത്ത ഓപ്ഷൻ റിയൽ എസ്റ്റേറ്റ് ആണ്. ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലേഷനെ മറികടക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് ഭയങ്കര വലിയ മുതൽ മുടക്ക് വേണ്ടി വരുന്ന ഒന്നാണ്. ലക്ഷങ്ങളും കോടികളും ഒക്കെ വേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഇൻവെസ്റ്ററുടെ റേഞ്ചിൽ ഇത് ഒതുങ്ങാൻ സാധ്യതയില്ല. മറ്റൊരു ഓപ്ഷൻ ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇൻഫ്ലേഷൻ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസിനെ മറികടക്കാൻ വേണ്ടി ഈ ബോണ്ട് ഒരു പ്രത്യേക തരത്തിൽ ഇതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട പ്രിൻസിപ്പൽ എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് നൽകുകയും ചെയ്യും. പക്ഷേ മിക്കവാറും ആളുകൾക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഒപ്പം ഈ പ്രൊഡക്റ്റ് മനസ്സിലാകാറുമില്ല എന്താണ് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണ്. കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടേം എടുക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഫ്ലേഷനെ മറികടക്കാറുണ്ട് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഷോർട്ട് ടേമിൽ ഉയർച്ച താഴ്ചകളും വോളറ്റൈൽ സിറ്റുവേഷൻസും ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി അടിപൊളിയായി ഏറ്റവും നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഒരു ആവറേജ് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഇവിടെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആകുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 4 ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സസ് എടുത്താലും അവയിൽ ഡയറക്റ്റായി ഇൻവെസ്റ്റ് ചെയ്യുന്നതും ആ ഇൻവെസ്റ്റ്മെൻറ്റ് നേരിട്ട് മാനേജ് ചെയ്യുന്നതും ഒക്കെ ഒരു ആവറേജ് ഇൻവെസ്റ്റർക്ക് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. അവിടെയാണ് മ്യൂച്വൽ ഫണ്ട്സ് വരുന്നത്. പലതരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാനും അതിൽ നിന്നും ഏറ്റവും നല്ല ഇൻവെസ്റ്റിംഗ് ഐഡിയാസ് നോക്കി തിരഞ്ഞെടുക്കാനും ഒക്കെ ഒരു ആവറേജ് ഇൻവെസ്റ്റർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. മ്യൂച്വൽ ഫണ്ട്സ് മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആയ ആളുകളാണ്, പണി അറിയാവുന്നവരാണ്, വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടാവും അവർക്ക്. പിന്നെ അവർ അവരുടെ സ്പെസിഫിക് സെക്ടറിൽ എക്സ്പേർട്സും ആയിരിക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പണം നമ്മൾക്കായി പണി അറിയാവുന്നവരുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അവർ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ മറികടക്കാൻ സഹായിക്കുന്ന ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 1 ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ്. സ്വർണത്തേക്കാൾ ചിലവ് കുറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇവ. നമ്മൾ പണം കൊടുത്ത് സ്വർണം വാങ്ങി സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് ഇവിടെ ഇല്ല എന്നതും ഒരു ഗുണമാണ്. പിന്നെ എത്ര ചെറിയ എമൗണ്ട് വെച്ചും ഇത് തുടങ്ങാവുന്നതുമാണ്. അടുത്തത് റിയൽ എസ്റ്റേറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, REMF എന്ന് പറയും. ഈ ഫണ്ടിൽ ഒരു വലിയ ഭാഗവും പോകുന്നത് കൊമേഴ്ഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് പ്രോപ്പർട്ടീസ്, റെസിഡൻഷ്യൽ കോംപ്ലക്സസ്, അഗ്രികൾച്ചറൽ ലാൻഡ് എന്നിവയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്കാണ്. ഈ മ്യൂച്വൽ ഫണ്ടുകൾ നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ വഴിയോ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ ബുദ്ധിമുട്ടുകളുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട് അല്ലേ. അതൊന്നും ഇല്ലാതെ ഇതിലൂടെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റിംഗിന്റെ ഭാഗമാവാൻ കഴിയുന്നു. മാത്രമല്ല ഒരു പ്രോപ്പർട്ടി നമുക്ക് വേണ്ട സമയത്ത് വേണ്ട വിലയിൽ വാങ്ങാനും വിൽക്കാനും അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ മ്യൂച്വൽ ഫണ്ട് ഒരുപാട് ലിക്വിഡായ ഒന്നാണ്. അടുത്തത് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ട് മ്യൂച്വൽ ഫണ്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ട്സ് ഇന്ത്യയിൽ വിൽക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. ഇൻഫ്ലേഷൻ തടയിടാൻ പാകത്തിൽ ഈ ഫണ്ട് അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കൂട്ടി വരും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാലും ബോണ്ടിന്റെ പ്രൈസ് ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു ആവറേജ് ഇൻവെസ്റ്റർക്ക് ഇതിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ചുകൂടി സേഫായി മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവും നല്ലത്. അവർക്കുള്ളതാണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ട് മ്യൂച്വൽ ഫണ്ട്സ്. ഇനിയുള്ളത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം, പക്ഷേ വളരെ കുറഞ്ഞ റിസ്ക് എടുക്കാനേ താല്പര്യമുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. ഇതിലൂടെയും ഇൻഫ്ലേഷൻ നമുക്ക് മറികടക്കാൻ പറ്റും. പല തീമുകളിലുള്ള വെറൈറ്റി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതിൽ നിന്നും നമുക്ക് സ്യൂട്ടബിൾ ആയത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇൻഫ്ലേഷൻ എന്താണ് എന്നും അതിനെ ബീറ്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ടോപ്പിക്സ് എല്ലാം കമന്റ് ചെയ്യാം. നമ്മൾ അവയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് പുതിയ വീഡിയോസുമായിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.